ഡോക്ടർ അനീഷ്, ഇപ്പോൾ ഈ രോഗനിരീക്ഷണത്തിൽ നമുക്ക് അങ്ങനെ ഒരു പാളിച്ച പറ്റുന്നുണ്ടോ? രോഗനിരീക്ഷണത്തിലും രോഗം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ ആരോഗ്യരംഗം കാണിക്കുന്ന ജാഗ്രത പോരാ എന്നതുണ്ടോ? സത്യത്തില് ഇത്തരത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് സങ്കടകരമാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാ ദിവസവും ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തുന്ന പരിപാടികൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അവർ സംസാരിക്കുന്നത് കാണുന്നതാണ്. അപ്പം ഞാൻ കാണുമ്പോഴെല്ലാം അവർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫീൽഡിലുള്ള ഡേറ്റയ്ക്കനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുറം ലോകം കാണുന്നത് അവർ മീഡിയയെ കാണുന്നതാണ്. അവർ മീഡിയയെ കാണുമ്പോൾ അവരുടെ ചാരത്ത് DHS ഉണ്ടായിരിക്കില്ല, DME ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ളൊരു കാരണം മാത്രം വെച്ചിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇവിടെ വിദഗ്ധരുടെ യാതൊരു അഭിപ്രായവും കേൾക്കുന്നില്ല എന്നൊക്കെ വാദിക്കുന്നത്. അതൊക്കെ വാദിക്കാം, അതിനൊക്കെ മറ്റൊരു സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, വളരെ പ്രധാനപ്പെട്ട രോഗത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ നിയന്ത്രിച്ചതല്ല എന്നുണ്ടെങ്കിൽ ഈ രോഗത്തിനെ നിയന്ത്രിക്കേണ്ടതല്ല. അതിന് ഒരു പ്രാധാന്യത്തോടെ മാത്രം സംസാരിക്കുകയും മറ്റൊരു സമയം തേടുകയും ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഫീൽഡിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിർദ്ദേശങ്ങളെല്ലാം വളരെ കൃത്യമാണ്. നിപ്പയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിപ്പ ബുക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരുപക്ഷെ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഇത്രയും പാഠങ്ങൾ പഠിക്കുകയും കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു രോഗത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മറ്റൊരു സംവിധാനം എന്റെ പരിചയത്തിൽ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കേരളത്തിന് പുറത്ത് പരിചയം കുറവാണ് എങ്കിൽ പോലും, പക്ഷെ അത് വളരെ കൃത്യമായിട്ട് അതനുസരിച്ച് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രോഗത്തിനെ, എല്ലാ രോഗങ്ങളെയും നമ്മൾ നേരിടുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് നേരിടും. ഇതിനകത്ത് എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അടുത്ത തവണ നമ്മളിതിൽ പാഠം ഉൾക്കൊണ്ട് നമ്മളത് ചെയ്യും. അതിനപ്പുറമുള്ള നെറേറ്റീവ്സ് നമ്മൾ അത് ഉച്ചത്തോടെ തള്ളിക്കളയുക എന്നുള്ളതിനപ്പുറം വേറൊന്നും പറയാം. ഓക്കെ ഡോക്ടർ അനീഷ്, പക്ഷേ എനിക്കതിൽ ഒരു തിരുത്തങ്ങയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരഭിപ്രായത്തെയും പുച്ഛത്തോടെ തള്ളി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ രീതിയല്ല. എല്ലാ സമയത്തും വിമർശനങ്ങൾ ഉണ്ടാകും. ഒരു പ്രദേശത്തുള്ള ആളുകൾ ഈ സമയത്ത് തീർച്ചയായിട്ടും അതിനെ നേരിടുന്നു. ആ സമയത്ത് എൻകറേജിംഗ് ആയിട്ട് തന്നെ സംസാരിക്കണം. അത് ഇപ്പോൾ ഈ പറയുന്ന ആരോഗ്യരംഗത്തെ വിദഗ്ധർക്കും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവർക്കും ഒക്കെ പലതരം അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. എന്നാലേ ഒരു സിസ്റ്റം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ചെയ്യുന്നതെല്ലാം വളരെ വിശുദ്ധമായിരിക്കാം എന്ന് ചിന്തിക്കുക ജനാധിപത്യത്തിൽ നടക്കില്ല എന്നുള്ളത് കൊണ്ട് ആണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് അധികൃതർ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ സനീഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. ടീം അംഗമാണ്. വളരെയധികം ഈ പറയുന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി അവിടെ ഒരു വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവരോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി ഡോക്ടർ സനീഷ് ഞങ്ങളോട് സംസാരിച്ചതിന്.